കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഊട്ടുതിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാന, ലതീന, നൊവേന, തിരുസ്വരൂപം എഴുന്നള്ളിച്ചുവെക്കൽ, നേർച്ച പായസം വെഞ്ചരിപ്പ്. ഞായറാഴ്ച രാവിലെ 6:30 ദിവ്യബലിക്ക് ശേഷം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി നേർച്ച ഊട്ട് വെഞ്ചരിപ്പ്. 10:30 ഫാദർ അനൂപ് പാട്ടത്തിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന, ഫാദർ ലിജോ കരുത്തിയുടെ സന്ദേശം, ഉച്ചകഴിഞ്ഞ് 4 വിശുദ്ധ കുർബാന, തുടർന്ന് പ്രദക്ഷിണം എന്നിവയുണ്ടാകും. 20,000-ഓളം പേർക്കാണ് ഇത്തവണ നേർച്ചയൂട്ട് ഒരുക്കുന്നത്. മുണ്ടിത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായി ഇത്തവണത്തെ തിരുനാളിന് കരിമരുന്ന് പ്രയോഗം പൂർണ്ണമായും ഉപേക്ഷിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി, അസിസ്റ്റന്റ് വികാരി ഫാദർ വിക്ടർ തൊമ്മാന, ജനറൽ വിജോയ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജെയിംസ് കുറ്റിക്കാടൻ, ആൻഡോ ചിതലൻ, പബ്ലിസിറ്റി കൺവീനർ അഡ്വക്കേറ്റ് ലിസൺ വടക്കേപീടിക എന്നിവർ പങ്കെടുത്തു. കൊടകരയുടെയും പരിസര പ്രദേശങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹ സംഗമത്തിന്റെ വേദി കൂടിയാണ്. കാരണം എല്ലാവരും ദേവാലയ അങ്കണത്തിലേക്ക് വരുന്നു, ഒരുമിച്ച് വളരെ സ്നേഹത്തോടു കൂടി നേർച്ച ഭക്ഷണം ആസ്വദിക്കുന്നു. അതുപോലെ തന്നെ യൗസേപ്പ് പിതാവിൻ്റെ അനുഗ്രഹദായകമായ നേർച്ച പായസം ഊട്ടുതിരുനാൾ ഈ വരുന്ന മെയ് മാസം 3-ാം തീയതി നടക്കുകയാണല്ലോ. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു ഉത്സവമാണ്. എല്ലാവർക്കും ആശംസകൾ നൽകുന്നതോടൊപ്പം തന്നെ ഈ ഊട്ടുതിരുനാളിലേക്ക് സ്വാഗതം.